ഡിസംബർ 25 പെൻസിൽവേനിയ. അവിടെ ഒരു സ്കൂൾ. ആ സ്കൂൾ എപ്പോഴത്തെയും പോലെ രാവിലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സ്കൂളിൽ ക്രിസ്റ്റി മോറ എന്നൊരു ടീച്ചർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിരിക്കും, വളരെ പഞ്ച്വാലിറ്റി ആയിരിക്കും. അന്നത്തെ ദിവസം രാവിലെ അവർ സ്കൂളിൽ വന്നില്ല. ഇത് ആ സ്കൂളിലുണ്ടായിരുന്ന എല്ലാവർക്കും വലിയ ആശ്ചര്യം തോന്നിപ്പിച്ചു. കാരണം ഇവർ അത്രത്തോളം എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരിക്കും. ഏതൊരു കാര്യമായിരുന്നാലും നേരിട്ട് ചെന്ന് പ്രിൻസിപ്പളെ ഇൻഫോം ചെയ്യും. കാരണം അധ്യാപകർ ഒരു ദിവസം ലീവ് എടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം പ്രിൻസിപ്പളോട് അത് ഇൻഫോം ചെയ്യും. ലീവിന് അനുവാദം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ക്ലാസ്സിൽ മറ്റൊരു ടീച്ചറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റിവിടുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റി മോറ എന്ന അധ്യാപിക എന്തുകൊണ്ട് ലീവ് അറിയിച്ചില്ല എന്നുള്ളത് ആ പ്രിൻസിപ്പൾക്ക് വലിയ സംശയത്തിന് കാരണമായി. എന്തുകൊണ്ടായിരിക്കാമെന്ന് ശരി ഫോൺ ചെയ്ത് ചോദിക്കാനായി ക്രിസ്റ്റി മോറയുടെ ഫോണിലേക്ക് വിളിച്ചു. പലതവണ വിളിച്ചു. പക്ഷെ ക്രിസ്റ്റി കോൾ എടുത്തില്ല. അടുത്തത് ക്രിസ്റ്റിയുടെ അമ്മയ്ക്ക് കോൾ വിളിച്ചിട്ട് അവിടെ എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് അവൾ ക്ലാസ്സിൽ വന്നില്ല എന്ന് ചോദിച്ചു. പക്ഷെ അമ്മയ്ക്കും കാരണം മനസ്സിലായില്ല. ക്രിസ്റ്റി ക്ലാസ്സിൽ വന്നില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് പോലും വിശ്വസിക്കാനായില്ല. ഇപ്പോൾ എന്തോ ഒന്ന് തെറ്റായി സംഭവിക്കുന്നുണ്ടെന്ന് ആ പ്രിൻസിപ്പൾക്ക് മനസ്സിലായി. വരുന്ന വഴിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയവും വരുന്നു. ഇപ്പോൾ ക്രിസ്റ്റി മോറയുടെ അമ്മയോട് അവളുടെ അഡ്രസ് വാങ്ങിയിട്ട് പ്രിൻസിപ്പൽ കാർ എടുത്ത് ഡയറക്റ്റ് ആ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ക്രിസ്റ്റിയുടെ ഫ്ലാറ്റിലേക്ക് പോയ ആ പ്രിൻസിപ്പൽ കാർ അവിടെയുള്ള പാർക്കിംഗ് യാർഡിൽ ഇടുകയും നേരെ ക്രിസ്റ്റിയുള്ള ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീടിന്റെ കതക് നേരത്തെ തുറന്നു കിടന്നിരുന്നു. പുറത്തു നിന്നുകൊണ്ട് തന്നെ ക്രിസ്റ്റി എന്ന് ഒരുപാട് തവണ ആ പ്രിൻസിപ്പൽ വിളിച്ചു. അകത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അകത്തേക്ക് പോയി എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം എന്നിപ്പോ ചിന്തിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് ബുക്സ് അവിടെയും ഇവിടെയുമായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് കവറുകൾ അവിടെയായി കിടന്നു. കൂടാതെ അതേ സ്ഥലത്ത് ക്രിസ്റ്റി മോറയും മരിച്ചു കിടക്കുന്നു. അതും വളരെ ക്രൂരമായ രീതിയിൽ. 27 വർഷങ്ങൾക്ക് ശേഷം സോൾവ് ആയ ഒരു കേസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഈ ക്രിസ്റ്റി മോറ ആരാണ്? അവൾക്ക് എന്ത് സംഭവിച്ചു? അവളെ ആരാണ് കൊന്നത്? അവസാനം ഈ ഒരു കുറ്റവാളിയെ പോലീസ് എങ്ങനെ കണ്ടുപിടിച്ചു? ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ക്രിസ്റ്റി മോറ നവംബർ 3-ാം തീയതി 1967 പെൻസിൽവേനിയയിൽ ജനിച്ചു. അവളും അവളുടെ കുടുംബവും എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും എല്ലാവരോടും പെരുമാറുക. ക്രിസ്റ്റി എപ്പോഴും അവൾക്ക് ചുറ്റുമുള്ളവരെ വളരെ കെയർ ചെയ്യും. അവൾ സന്തോഷവതിയായിരിക്കുകയും ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അവൾക്ക് 25 വയസ്സുള്ളപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുന്നു. ആ സ്കൂളിൽ ക്രിസ്റ്റിയുടെ കൂടെ ജോലി നോക്കുന്ന ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ എല്ലാവരും പറയുന്നത് അവൾ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി ചെയ്യും, വളരെ പഞ്ച്വാലിറ്റി ആയിരിക്കും. പ്രധാനമായി സ്കൂളിൽ എല്ലാവർക്കും മുൻപേ ആദ്യമേ എത്തുന്നത് ക്രിസ്റ്റി ആയിരിക്കും. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലും വളരെ ഇഷ്ടമുള്ള ഒരു അധ്യാപികയായിരുന്നു. ഇങ്ങനെ സ്കൂളിനും പുറത്തും ചുറ്റുമുള്ള സമൂഹത്തിലും എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ജീവിതം വളരെ നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഡിസംബർ 20, 1992 ക്രിസ്മസിന് 5 ദിവസത്തിന് മുൻപ് ക്രിസ്മസ് ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കണമെന്നതിന് വേണ്ടി ഓരോ ബുക്കുകളായി എടുത്ത് അതിനെ ഗിഫ്റ്റ് കവർ ഉപയോഗിച്ച് പൊതിയുകയായിരുന്നു. എല്ലാ ഗിഫ്റ്റിലും അവരുടെ വിഷസ് എഴുതിയിട്ട് അതെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. അടുത്ത ദിവസം ഡിസംബർ 21 തിങ്കളാഴ്ച രാവിലെ, അതായത് ക്രിസ്റ്റി മരിക്കുന്ന അന്നത്തെ ദിവസം, എപ്പോഴത്തെയും പോലെ രാവിലെ സ്കൂളിൽ പോകാനായി റെഡി ആയിക്കൊണ്ടിരുന്നു. അവരുടെ മുറിയിൽ അവർ മാത്രമല്ലാതെ ഒരു റൂംമേറ്റ് കൂടെ ഉണ്ട്. ആ റൂംമേറ്റും ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും ആ റൂംമേറ്റ് രാവിലെ 7 മണിക്കൊക്കെ പോകും. അവർ പോയതിനു ശേഷം 7:45 ക്രിസ്റ്റി മോറ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങും. ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ അന്നത്തെ ദിവസം അവർ സ്കൂളിൽ പോയില്ല. ഇപ്പോഴാണ് നമ്മൾ ആദ്യം കണ്ടതുപോലുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്രിസ്റ്റി മോറയുടെ വീട്ടിലേക്ക് പോകുന്നു. ക്രിസ്റ്റി മോറ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഇതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എല്ലാം സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുന്നു. അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ക്രിസ്റ്റി മോറയെ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവളുടെ തലയിൽ ശക്തമായ ഒരു അടി കൊണ്ടിട്ടുണ്ട്. അവളുടെ താടിയെല്ലാം മുറിഞ്ഞിട്ടുണ്ട്, കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് അവൾ മരിച്ചത്. ഇത് വളരെ ദുഃഖം തോന്നിക്കുന്ന ഒരു കാര്യം. അവൾ മരിച്ചുപോയി എന്നറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ അവളുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരും തന്നെ അവളെ അകത്തേക്ക് കയറി നോക്കിയില്ല. അവർക്ക് അത്രത്തോളം ധൈര്യമൊന്നുമില്ലായിരുന്നു. അവർ അത്രത്തോളം ദുഃഖത്തിലായിരുന്നു. ക്രിസ്റ്റി മരിച്ചു കിടന്നപ്പോൾ അവൾ ഒരു കോട്ടും കയ്യിൽ ഗ്ലൗസും ധരിച്ചിരുന്നു. അത് എപ്പോഴും ക്രിസ്റ്റി സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്നതാണ്. ഇതിലൂടെ മനസ്സിലായത് കറക്റ്റ് അവൾ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുക. ആ വീടിന്റെ ഡോറിന് മുകളിലുള്ള ചുമരിൽ അവളുടെ ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. ഇതുപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ ഒരു പ്രശ്നം നടന്നപ്പോൾ കൊലപാതകി വളരെ ശക്തിയായി ക്രിസ്റ്റി മോറയെ തൂക്കിയിട്ടുണ്ടാകണം. അതിനാൽ ക്രിസ്റ്റി മോറ ആ ഡോറിന് മുകളിലുള്ള ചുമരിൽ കാല് വെച്ചിട്ടുണ്ടാകണം എന്ന് ചിന്തിച്ചു. കുട്ടികൾക്ക് കൊടുക്കാനായി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഗിഫ്റ്റുകളും ഗിഫ്റ്റ് കവറുകളും എല്ലാം ചിതറിക്കിടന്നിരുന്നു. സാധാരണ ഒരാളെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടാൽ പോലീസിന് ചിലരെയൊക്കെ സംശയം വരും. സംശയിക്കത്തക്ക രീതിയിൽ ചിലരെങ്കിലും ഉണ്ടാകും. എന്നാൽ ഈ കേസിൽ അങ്ങനെ ആരുമില്ല.
ഇതിനുശേഷം ക്രിസ്റ്റി അടക്കം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ സ്കൂളിൽ ആരെന്നറിയാത്ത ഒരു വ്യക്തി കയ്യിൽ ഒരുപാട് പൂവോടുകൂടി ഞാൻ ക്രിസ്റ്റിയുടെ ഫ്രണ്ടാണ്, എനിക്കൊന്ന് അവളെ കാണാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് എല്ലാവർക്കും വലിയ ഞെട്ടലായി. കാരണം ക്രിസ്റ്റി മരിച്ചു എന്നത് ആ സമയത്ത് വളരെ സെൻസേഷണൽ ആയ ഒരു ന്യൂസ് ആയിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നു. ഇയാൾ ഇതുവരെയും ഈ വാർത്ത അറിഞ്ഞില്ലേ? അതെങ്ങനെയാണ് അറിയാതിരിക്കുക? ഇങ്ങനൊരു സംശയമായിരുന്നു വന്നത്. ചില സമയങ്ങളിൽ അത് ചെയ്ത കൊലപാതകി തന്നെ അതിന്റെ ചുറ്റുപാടറിയാനും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ അറിയാനും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നറിയാനും അതേ സ്ഥലത്തേക്ക് തന്നെ വന്ന് ഒരു അപരിചിതനെ പോലെ സംസാരിക്കുന്നത് പതിവാണ്. അതിനാൽ ഇയാൾക്കും ഈ ഒരു കേസിനും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അതുകൊണ്ടാണോ ഇയാൾ വന്നത് എന്നൊരു സംശയം വരുന്നു. അങ്ങനെ പോലീസിനെ കോൾ ചെയ്ത് അറിയിച്ചു. പോലീസ് വന്ന് ഇയാളെ ചോദ്യം ചെയ്തു. എന്നാൽ ഇയാളിൽ നിന്നും വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും പോലീസിന് കിട്ടിയില്ല. ഒരു പക്ഷേ ഇത് ക്രിസ്റ്റിയുടെ സീക്രട്ട് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് ആയിരിക്കാമോ എന്ന് പോലും ചിന്തിച്ചു. കാരണം സംഭവം നടന്ന അന്നത്തെ ദിവസം രാവിലെ ക്രിസ്റ്റിയാണ് അവരുടെ വീടിന്റെ ഡോർ ഓപ്പൺ ചെയ്തത്. യാതൊരു രീതിയിലും സ്ട്രഗിൾ നടന്നതിന്റെ അടയാളം അവിടെ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ക്രിസ്റ്റി തീർച്ചയായും അറിയാത്ത ഒരാൾക്ക് വേണ്ടി കഥക് തുറന്നു കൊടുത്തിരിക്കില്ല. ഇത് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു. അതിനാൽ ക്രിസ്റ്റി മോറയ്ക്ക് അറിയാവുന്ന ആരോ തന്നെയാകണം ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചിന്തിച്ചു. ആ സംഭവം നടന്ന സ്ഥലത്ത് ഒരു DNA സാമ്പിൾ കിട്ടി. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചെയ്തത് ആ DNA സാമ്പിളും ഇതിന് മുൻപ് കുറ്റം നടന്ന സ്ഥലങ്ങളിൽ നിന്നും എടുത്ത DNA സാമ്പിൾ എല്ലാം ഒരുമിച്ച് വെച്ച് പരിശോധിച്ചു. ക്രിസ്റ്റിയുടെ ഫ്രണ്ട്സ്, ഫാമിലി, അറിയാവുന്നവർ എല്ലാവരുടെ DNA എടുത്ത് കിട്ടിയ DNAയുമായി പരിശോധിച്ചു നോക്കുന്നു. എന്നാൽ ഒന്നും തന്നെ മാച്ച് ആയില്ല. ഇങ്ങനെ പല മാസങ്ങൾ, വർഷങ്ങളായി ഈ ഒരു കേസിൽ യാതൊരു ക്ലൂവും കിട്ടിയില്ല. ക്രിസ്റ്റിയുടെ വീട്ടിലുള്ളവർ മാത്രം തീർച്ചയായും അവനെ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമെന്ന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തി. ഇങ്ങനെ ഒരു 10 വർഷം പോയി. 10 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റിയുടെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇത് കഴിഞ്ഞ് പല വർഷങ്ങളാകുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരു 17-18 വർഷത്തോളം എത്തി. ഈ ഒരു കേസിൽ യാതൊരു മുന്നേറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ഈ ഒരു കേസ് മുഴുവനായും ക്ലോസ് ചെയ്യുന്നു. എന്നാൽ ക്രിസ്റ്റിയുടെ സഹോദരൻ അവസാനം വരെയും ഈ ഒരു കേസ് വിട്ടില്ല. തീർച്ചയായും നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇന്റർവ്യൂ കൊടുത്ത് എല്ലാ പോലീസുകാർക്കും പ്രഷർ കൊടുക്കാൻ തുടങ്ങി. അവസാനം ക്രച്ച് റെഡ്മാൻ എന്നയാൾ ഈ ഒരു കേസ് ആദ്യം മുതൽ അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാ വിവരങ്ങളും തുടക്കം മുതൽ അവസാനം വരെ ഒന്നുകൂടെ എടുക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്കും യാതൊരുവിധ ക്ലൂവും കിട്ടിയില്ല. ഈ സമയം ഒരു പുതിയ രീതിയിലുള്ള ടെക്നോളജി വരാൻ തുടങ്ങി. ജീനോളജി എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അവർ ചെയ്യുന്നത് ഒരു DNA സാമ്പിൾ ഉപയോഗിച്ച് അവരുടെ പാരമ്പര്യം എങ്ങനെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവരുടെ DNA എങ്ങനെ ഇവോൾവ് ആകും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും. ഇതിൽ വളരെ ഫേമസ് ആയ ഒരു DNA ഡിറ്റക്റ്റീവ് ഉണ്ട്. അവരുടെ പേര് CZ മോർ. ഇവർ DNA ഫീനോടൈപ്പ് എന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കും. ഈ മെത്തേഡ് വഴി അവർ കളക്ട് ചെയ്ത DNA സാമ്പിൾസിന്റെ വ്യക്തി അവരെങ്ങനെ ഇരിക്കും, അവരുടെ മുഖം എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഇമേജ്, ഒരു മോഡലായി തരും. ഈ ഒരു റിപ്പോർട്ട് വഴി കിട്ടിയ ഇമേജ് എല്ലാവരെയും കാണിക്കും. ഇതാണ് കൊലയാളി, ഇവരെ തീർച്ചയായും കണ്ടുപിടിക്കണം, നിങ്ങളും ഞങ്ങളെ സഹായിക്കണമെന്ന് ജനങ്ങളോട് അറിയിക്കും. ഡിറ്റക്റ്റീവ് CZ മോറ ഇതിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ ചെയ്തത് ഡയറക്റ്റ് ആ കൊലപാതകിയുടെ DNA സാമ്പിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവിടെ ചുറ്റുമുള്ളവർ, ആ ഭാഗത്തുള്ളവർ ഡേറ്റാബേസിൽ ഇതിന് മുൻപുള്ള DNA സാമ്പിൾസ് ഇവയെല്ലാം ഉപയോഗിച്ച് ബന്ധപ്പെട്ട ആ DNA സാമ്പിളുമായി മാച്ച് ചെയ്ത് ആ ജീനിലുള്ള അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇതിൽ മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. പൊതുവെ ഒരാളുടെ DNA കിട്ടിയാൽ അവരുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, മക്കൾ ഇങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ബന്ധുക്കളിൽ ആരുടെ DNA കിട്ടിയാലും നമുക്ക് കൊലയാളിയിലേക്ക് എത്താൻ ഈസി ആയിരിക്കും. അതിനുശേഷം ഇവർ ഒരുപാട് DNA സാമ്പിൾസ് പരിശോധിച്ചു. അതിൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു DNA സാമ്പിൾ കിട്ടി. ഇവർ റാൻഡമായി ടെസ്റ്റ് ചെയ്ത് മാച്ച് ചെയ്ത ആ ഒരു ജീൻ, ആ ജീനിന്റെ ഓണറിന്റെ അച്ഛനാണ് ഈ കൊലപാതകി എന്നുള്ളത് കണ്ടെത്തി. എങ്കിലും ഇക്കാര്യം ക്രോസ് ചെക്ക് ചെയ്യാനായി ആ കൊലപാതകം ചെയ്ത ആൾക്ക് തന്നെ അറിയാതെ അയാൾ കുടിച്ച വാട്ടർ ബോട്ടിൽ, അയാൾ കളഞ്ഞ ച്വിംഗം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നു. അവസാനം സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ DNAയും അയാളുടെ DNAയും 100% മാച്ചായി. അയാളുടെ പേര് റേമൻ. ഇയാളാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിച്ചപ്പോൾ അയാൾക്ക് വയസ്സ് 49 ആയിരുന്നു. ഇയാൾ ആ സമയം ഒരു വെഡ്ഡിംഗ് DJ ആയി ജോലി ചെയ്യുകയായിരുന്നു. ചുറ്റുമുള്ളവർ അയാളാണ് ഇക്കാര്യം ചെയ്തത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. അത്രത്തോളം സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായിരുന്നു. കൂടാതെ ഇയാൾ എപ്പോഴും ആക്രമണങ്ങൾക്കെതിരെ ഈവൻസ് ഒക്കെ നടത്തുമായിരുന്നു. അതുകൂടാതെ 1992 സംഭവം നടക്കുന്നതിന് 4 ആഴ്ചകൾക്ക് മുൻപ് എല്ലാവരും സമാധാനത്തിന്റെ വഴിയെ പോകണമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വരെ ഒരു ഈവന്റ് നടത്തി. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇത്ര ക്രൂരമായൊരു സംഭവം ചെയ്തത്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത 26-27 വർഷം സമാധാനമായി ജീവിച്ചു. ജനുവരി 8, 2019 ഞാനാണ് എല്ലാ കുറ്റവും ചെയ്തത് എന്ന് കോടതിയിൽ സമ്മതിച്ചു. ക്രിസ്റ്റി മോറ എപ്പോഴും വളരെ സന്തോഷവതിയായിരിക്കും. ഒരുപാട് ഇവന്റ്സുകളിൽ പോകും, ഡാൻസ് കളിക്കും. അങ്ങനെ ഒരു ഇവന്റിലാണ് റെയ്മനെ പരിചയപ്പെട്ടത്. ആ ഇവന്റിൽ റെയ്മൻ DJ ആയിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. ഇതായിരുന്നു ക്രിസ്റ്റി മോറയുടെ കേസ്. ഏകദേശം 3 തവണയോളം ഈ കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 3 ജനറേഷൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ഒരു കേസിന് വേണ്ടി മുന്നിട്ടിറങ്ങി.
എന്നാൽ അപ്പോഴൊന്നും തെളിയിക്കപ്പെടാത്ത ഈ ഒരു കേസ് CC മോറ ഈ ഒരു കേസ് കയ്യിലെടുത്ത കുറച്ച് ദിവസത്തിൽ തന്നെ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്തി. ഈ മുഴുവൻ കേസും ഒരു DNA സാമ്പിൾ ഉപയോഗിച്ച് തെളിയിച്ചു. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇതുവരെയും സോൾവ് ആകാതെ കിടക്കുന്ന പല അൺസോൾവ്ഡ് കേസസ് ഓരോന്നായി അവർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്ത അവർ ജീവനോടെ ഇല്ല എന്നുണ്ടെങ്കിലും അയാളുടെ മക്കൾ, മുത്തശ്ശി ആരെങ്കിലും ജീവനോടെ ഉണ്ടാകും. അവരെ ടെസ്റ്റ് ചെയ്താൽ പോലും കൊലപാതകി ആരെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടാതെ ഈ ജനറ്റിക് ജീനിയോളജി വഴി നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ടെക്നോളജി ഉള്ളതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്താലും തീർച്ചയായും എന്നെ പിടിക്കുമെന്നൊരു ഭയം തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ വരും. അത് തെറ്റുകൾ കുറയ്ക്കാനുള്ള ഒരു വഴിയായി മാറും. എന്നാൽ എനിക്ക് ഈ കേസിൽ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കും റെയ്മൻ അവളെ കൊന്നത്? ക്രിസ്റ്റി അങ്ങനെ എന്താണ് തെറ്റ് ചെയ്തത്? ഇവർക്കിടയിൽ അങ്ങനെ മറ്റെന്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്? അവളെ കൊല്ലാൻ തക്കവണ്ണം അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതൊന്നും ഈ കേസിൽ ഇപ്പോഴും അറിയില്ല. അതിപ്പോഴും ഒരു അൺസോൾവ് ആയിട്ട് തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.